ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു സ്വീറ്റ് പൊട്ടറ്റോ പക്കോട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുമാണ്. യൂഷ്വലി ഒണിയൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ പക്കോട ഉണ്ടാക്കുക. ഇനി സ്വീറ്റ് പൊട്ടറ്റോ പക്കോട എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്വീറ്റ് പൊട്ടറ്റോ ആണ്. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതാക്കി, അതായത് സൈഡ് വൈസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, അതും ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ 6 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മൈദാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഈ സമയത്ത് നിങ്ങൾക്ക് പാകത്തിന് ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. വെള്ളം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. പക്കോട ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ഓരോ സ്പൂണായിട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ സെറ്റ് സ്വീറ്റ് പൊട്ടറ്റോ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെക്കൻഡ് ബാച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്വീറ്റ് പൊട്ടറ്റോ ചിലപ്പം അധികം മധുരമില്ലാത്ത നമുക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ വെറുതെ കഴിക്കാതിരിക്കാൻ ഞാൻ ചെയ്യാറ്. പക്ഷേ ആ സമയത്താണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പക്കോടാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകിട്ട് ചായക്ക് ഒരു പക്കോടയും സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്